എൻ്റെ ബർത്ത്ഡേസ് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. 2022 ഞാൻ ഈ വേൾഡിലേക്ക് എത്തിയിട്ട് 25 വർഷമാകുന്നു. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഹോപ്പ്ഫുള്ളി എൻ്റെ ഏറ്റവും വലിയ ചെറിയൊരു ആഗ്രഹമാണ് ഈ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിലുപരി ആ ദിവസം ഹാപ്പി സോൾ ആയിരിക്കുക എന്നുള്ളത്. പണ്ട് അമ്മ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ്. അവിടെ ബർത്ത്ഡേസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറ് ബർത്ത്ഡേ സോങ്സൊക്കെ പാടിയിട്ട് കുട്ടികളെ വിഷ് ചെയ്തിട്ടൊക്കെയാണ്. അത് കഴിഞ്ഞ് ബർത്ത്ഡേ ബോയോ ഗേളിനോ വേണ്ടി 2 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് സ്വീറ്റ്സൊക്കെ കിട്ടും. അങ്ങനെ ഞാനും ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോൾ ഞാനും വീട്ടിൽ വന്ന് വാശി പിടിച്ചു, എനിക്കും മിഠായി വേണം, ഒരു നിമിഷം എനിക്ക് വേണ്ടിയും കുട്ടികൾ പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ. ഈ ഒരു ഓർമ്മയിലാണ് ഇത്രയും വർഷത്തെ ബർത്ത്ഡേസ് ഒക്കെ തുടങ്ങുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വർഷവും പുതിയ ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ കിട്ടും. പിന്നെ സ്കൂൾ ബസ് വരുന്നതിന് മുമ്പുള്ള അമ്പലത്തിൽ പോയി വരലൊക്കെ ആയിരുന്നു നല്ല ഓർമ്മകൾ. ബർത്ത്ഡേസ് ഉള്ള ദിവസം പ്രത്യേക സന്തോഷം. പിന്നെ കോളേജിലെത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ട് സ്റ്റാറ്റസുകളിലും ഗിഫ്റ്റുകളിലൊക്കെയായി ബർത്ത്ഡേസ് മാറി. കോളേജിലെ പല ബർത്ത്ഡേസും വീക്കെൻഡിലായിരുന്നു. ചിലപ്പോൾ ഞാൻ ഹോസ്റ്റലിലാവും, ചിലപ്പോൾ വീട്ടിലാവും. കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട ബർത്ത്ഡേ സെക്കൻഡ് ഇയറിലായിരുന്നു. ഫസ്റ്റ് ഇയറിൽ റൂമിൽ എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ദിവസം മാത്രം എത്തിയപ്പോൾ എല്ലാവർക്കും എന്തോ തിരക്കായി. കോളേജിൽ എന്തോ തിരക്കായിരുന്നു. എൻ്റെ മനസ്സിൽ നമ്മളെല്ലാവർക്കും പ്രാങ്ക് കൊടുക്കുന്നു, എൻജോയ് ചെയ്യുന്നു, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സ് ഗിഫ്റ്റ് തരുന്നു, അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ എനിക്കും ചെറുതായിട്ട് വിഷമമൊക്കെ തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതെല്ലാം മാറി. അന്ന് ഈവനിങ് എൻ്റെ റൂമിലെ ഫ്രണ്ട് ഇങ്ങനെയൊക്കെയോ ഒപ്പിച്ച ഒരു ഗിഫ്റ്റൊക്കെ തന്നു. ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ആൻഡ് ഹിയർ കംസ് ദ സെക്കൻഡ് ബർത്ത്ഡേ. കോളേജ് കഴിഞ്ഞ നൈറ്റായിരുന്നു അവരെന്നെ റാഗ് ചെയ്തത്. ഈ സെക്കൻഡ് ബർത്ത്ഡേക്കായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. ഫസ്റ്റ് ഇയറിൽ കിട്ടാത്തത് മൊത്തം സെക്കൻഡ് ഇയറിൽ കിട്ടി. പിന്നെ അവരെന്നെ എന്തൊക്കെയോ കാണിച്ചു. കുറേ കരിവാരി തേച്ചു, ഒരു ബുദ്ധ സന്യാസിയെ പോലെ ഇരുത്തിയിട്ട് കരിയും മുൾട്ടാണിയും എന്തൊക്കെയോ മുടിയിലും മുഖത്തും അവിടെയും ഇവിടെയൊക്കെ തേച്ചു. എന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് കുറേ ഓർമ്മകൾ ബർത്ത്ഡേ ആയിരുന്നു. ഇത് ബർത്ത്ഡേൻ്റെ ആ ദിവസം അച്ഛനെന്നെ കൊണ്ട് മരം നടിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബർത്ത്ഡേൻ്റെ സമയത്ത് നാച്ചുറായിട്ട് കുറച്ച് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ശരിക്കും ഞാൻ എന്നെ തന്നെ കണക്ട് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് കോളേജിലെ സെക്കൻഡ് ബർത്ത്ഡേക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ മൊത്തത്തിൽ കളറായിരുന്നു. തേർഡ് ഇയറിൽ പറയത്തക്ക ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഡൈൻ ഔട്ടായിരുന്നു. ഫോർത്ത് ഇയറിലായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 12 മണിക്ക് കേക്കൊക്കെ മുറിച്ചിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് റൂംമേറ്റ്സ് ഗിഫ്റ്റൊക്കെ തന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയതുകൊണ്ടിട്ടുള്ള ആ ഒരു ഷോക്ക് മാത്രമേ എനിക്കുണ്ടായിരുന്നു. ആൻഡ് ദെൻ കംസ് ദ കൊറോണ. യെസ്, മൈ 23rd ബർത്ത്ഡേ വീട്ടിലായിരുന്നു. എൻ്റെ ഓർമ്മയിൽ വീട്ടിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് സെലിബ്രേഷൻ ആയിരുന്നത്. കേക്കൊക്കെ വാങ്ങി, കസിൻസൊക്കെ വന്നു, ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഫുൾ ഒരു ഫാമിലി ടൈം തന്നെയായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റും കളറും ഒക്കെ ഗിഫ്റ്റായി കിട്ടുന്നത്. ഞാൻ വാങ്ങാൻ വേണ്ടി കൊതിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു എനിക്ക് കിട്ടിയത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എൻ്റെ സിസ്റ്ററും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഗിഫ്റ്റ് തന്നു. സോ ദേ മേഡ് മൈ ഡേ. ആൻഡ് ദ 24th ബർത്ത്ഡേ, ഓൺ മൈ 24th ബർത്ത്ഡേ ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ എന്തൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തു, വീട്ടിലായതുകൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ വാസ് മാഡ് അറ്റ് ദാറ്റ് ഡേ. ഞാൻ കുറേ കാര്യങ്ങൾ ഐ ഹേറ്റഡ് ഗോയിങ് വിത്ത് മൈ ക്ലോസ് വൺസ് അറൗണ്ട് ഇൻ എ കാർ. ഫുൾ ബാഡ് വൈബായിരുന്നു. ബട്ട് അപ്പോഴും എനിക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എനിക്ക് അന്നൊരു ഫെറാറി ചോക്ലേറ്റ് കിട്ടിയത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്കന്ന് അച്ഛൻ കപ്സ് വാങ്ങി തന്നതും വലിയ കാര്യമായിരുന്നു. അമ്മ അച്ഛനെ ബർത്ത്ഡേ റിമൈൻഡ് ചെയ്തതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. എങ്ങനെയൊക്കെയോ ആ ദിവസം കഴിഞ്ഞു. ബട്ട് ഇറ്റ് ഡിഡിൻറ്റ് വെൻറ്റ് വെൽ. സോ ഐ ഡിസൈഡഡ് ടു സ്പെൻഡ് മൈസെൽഫ് ഓൺ ദിസ് ബർത്ത്ഡേ. അങ്ങനെയാണ് മൈ സോളോ ബർത്ത്ഡേ ട്രാവൽ ജേർണി സംഭവിക്കുന്നത്. ടുഡേ ഐ എം ഇൻഡിപെൻഡൻറ്റ്. സോ ആ പ്രിവിലേജ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു. മൈ ഫസ്റ്റ് ബർത്ത്ഡേ വിത്ത് മൈ ഇൻഡിപെൻഡൻസ്. എനിക്കറിയില്ല, ഐ എം ഗുഡ് അറ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ്.
ഞാനൊരു 3-4 ഡേയ്സ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു ഓൺ മൈ ഓൺ വിത്ത് മൈസെൽഫ്. ഒരു ബർത്ത്ഡേ വീക്കെൻഡ് ആയിരുന്നു, ഫ്രം 15th October till 18th October. ഈ ഇയർ അലോങ് വിത്ത് ദ ഗ്രൂപ്പ് സെലിബ്രേഷൻസ് എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി. ഇറ്റ് വാസ് എ മാഡ് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇറ്റ് വാസ് എ ട്രഷർ ഫോർ മൈ ഹോൾ ലൈഫ്. ഇനി എനിക്ക് ഒരു ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇത് ശരിക്കും എൻ്റെ മെമ്മറിയിൽ ഉണ്ടാവുന്നതായിരിക്കും. എന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ്, അവരുടെ എല്ലാവരും കൂടെ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ മൈൻഡ് ഫുള്ളായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ മൈൻഡ് പീസ്ഫുൾ ആൻഡ് കാമായിട്ട് എനിക്ക് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ശരിക്കും ഐ ഡോണ്ട് നോ, ഞാൻ എൻ്റെ ഫാൻറ്റസിയിലായിരുന്നു. ലൈക്ക് ചിലപ്പോൾ എനിക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുള്ളായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് എനിക്കാണ് ആഗ്രഹമുള്ളത്. എൻ്റെ കാര്യങ്ങൾ ഞാനാണ് ചെയ്യേണ്ടത്. സോ ഐ വാസ് സോ ഹാപ്പി ഫോർ ദാറ്റ്. ഞാനതിനുള്ള കറേജ് എടുത്തെന്നുള്ളതും ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് യൂണിവേഴ്സ്. ബർത്ത്ഡേസൊക്കെ പല രീതിയിൽ എല്ലാ സ്ഥലത്തും ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തി. ഐ വാസ് സോ ഹാപ്പി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് എനിക്ക് അമ്മ പായസം ഉണ്ടാക്കി തന്നത് ഞാൻ ടോമിക്ക് കൊടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം, ഇത് വരയ്ക്ക്. കാലിനും 5 വരലുണ്ട്. ഗുഡ് ബോയ്. എനിക്ക് വലിയ നീളമുള്ള മുടിയാ. എനിക്ക് ചെവി ഉണ്ട്, കമ്മലുണ്ട്. അതെനിക്ക് വരയ്ക്കാൻ മുടി